കോഴിക്കോടിന്റെ നൈറ്റ് വൈബ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ വിശേഷങ്ങളൊക്കെ സ്വന്തമല്ലേ. ഇന്ന് നമ്മൾ വെച്ചാൽ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ രാത്രി വിശേഷങ്ങളാണ്. ന്യൂ ഇയർ ആയിട്ടുള്ള പ്രമാണിച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി വൈബ് സ്ഥലമാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്രൗഡാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. ഓക്കെ, കറുത്ത് വൈകിട്ട് അറിയുന്നത്. ബഹുമാനം അജയ് എങ്ങനെയുണ്ട്? ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. SSLC വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കാൻ വാഴ്ത്ത് എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഭാവിയെ നേരിടാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ടൂറിസം പുരാതനമായ കടൽ കടന്നുപോയ ഉരുക്കളുടെയും നമ്പൂരമിട്ട വിദേശ സമ്പത്തിന്റെയും വൈദേശിക സൗഹൃദങ്ങളുടെയും ഒരു നിർമ്മാതാക്കളുടെയും സമ്പന്നതയുടെയും പ്രതാപത്തിന്റെയും കഥകൾ ഒരുപാട് പറയാനുണ്ട്. നിരവധി സഞ്ചാരികൾ ബേപ്പൂർ കടപ്പുറത്ത് നിത്യേന എത്തുന്നു. മനോഹരമായ പുലിമുട്ടും സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ വന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ബേപ്പൂർ കടപ്പുറത്തെ ആകർഷണം. ബേപ്പൂരിന് ഒരു വാട്ടർഫിന്റെ ആ സമയം കൂട്ടല് അത്തരത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാകും. പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കച്ചവടക്കാർ നിൽക്കുന്നുണ്ടാവുമെന്ന് കടലിന്റെ പക്ഷി സംഗീതവുമെല്ലാം വിനോദസഞ്ചാര മേഖലയിൽ ബേപ്പൂരിന്റെ കൊടി അടയാളങ്ങളായി മാറുന്നു. തീർത്ഥാടനത്തിന്റെ നിരന്തരമായ ഇടപെടലുകൾ ബേപ്പൂരിൽ നടന്ന വാട്ടർ ഫെസ്റ്റിൽ 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. പരിശീലനം നടന്നത്. ആ പരിശീലനത്തിൽ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുത്തത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വരുമാന മാർഗം ഉണ്ടായത്. അതിൽ എത്ര റിയാക്ടറിനോട് നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ഇതിൽ വന്നതിന് ശേഷം പത്താളോട് സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒരു കച്ചവടം നടത്താനും ഒക്കെ ഞങ്ങൾ പഠിച്ചു. കേരളത്തിൽ സ്വദേശി ദർശൻ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 2 കേന്ദ്രങ്ങളിലൊന്ന് ബേപ്പൂറാണ്, മറ്റൊന്ന് കുമരകം. ഇത് ബേപ്പൂർ ബീച്ച് വികസനത്തിന് സർക്കാർ അനുവദിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സ്ഥലം. മാനാഞ്ചിറ സ്ക്വയറിലെ കോർപ്പറേഷൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെ വെക്കുന്നത്. ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ചാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അടിപൊളിയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കച്ചവടക്കാർക്കൊക്കെ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. 28 രൂപയിൽ കടലുണ്ടി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന് 99,50,000 വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. മൊത്തത്തിൽ വേറെ ലെവലാണ്. ന്യൂ ഇയർ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ കാരണം ആളുകളൊന്നും വന്ന് കാണുന്നതല്ലേ. കോഴിക്കോട് മാറിപ്പോയി. എല്ലാവരും ന്യൂ ഇയറിന് ഇങ്ങോട്ട് വരണം കേട്ടോ. അടിപൊളി വൈബാണ് എല്ലാവരും ന്യൂ ഇയറിന്. ഒരു പരിപാടി കോഴിക്കോട് കോർപ്പറേഷനിൽ മാനാഞ്ചിറ സ്ക്വയറിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് നടപ്പിലാക്കിയ കോഴിക്കോട് കോർപ്പറേഷനിലും LDF സർക്കാരിനും അഭിനന്ദനങ്ങൾ.